നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ 12 നിലകളിലായി പണിത മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. പൊതുജനാരോഗ്യ രംഗം കൂടുതൽ ജനസൗഹൃദപരമാക്കിയെന്ന് മുഖ്യമന്ത്രി. LDF സർക്കാരിന്റെ കാലത്ത് ഗുണപരമായ മാറ്റങ്ങളാണ് ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചെറുവാഞ്ചേരിയിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ടൗൺ HSSൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി നിർമ്മാണത്തിന് തുടക്കം. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ഉപജില്ലാ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. സ്വാഗതഗാനം അവതരിപ്പിച്ച് കയ്യടി നേടി ഭിന്നശേഷി കുട്ടികൾ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം വന്നെന്നും പൊതുജനാരോഗ്യ രംഗം കൂടുതൽ ജനസൗഹൃദപരവും ആധുനികവുമാക്കിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം, ഡിജിറ്റൽ മാമോഗ്രാം മെഷീൻ, ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധത്തിനുള്ള HPV വാക്സിൻ വിതരണ സംസ്ഥാനതല പൈലറ്റ് പദ്ധതി എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള മറ്റൊരു വലിയ ചുവടുവയ്പ്പാണ് ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധ HPV വാക്സിൻ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ തുടക്കമായ ഈ പദ്ധതി സംസ്ഥാനമാകെ വ്യാപിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട അർബുദമാണ് ഗർഭാശയഗള അർബുദം. ഇത് പ്രതിരോധത്തിനായാണ് +1, +2 വിദ്യാർത്ഥിനികൾക്ക് HPV വാക്സിനേഷൻ ആരംഭിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്തനാർബുദം പോലുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിന് മാമോഗ്രാം പരിശോധന ആവശ്യമാണ്. ചെലവേറിയതാണ് ഈ സാങ്കേതിക വിദ്യ. പൊതുജനാരോഗ്യ മേഖലയിൽ ഇത് ലഭ്യമാകുന്നതോടെ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ഗെയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അത്തരം സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണ ദൗത്യത്തിൽ കൈകോർക്കുന്നത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം, ഇന്ന് നടക്കാൻ പോകുന്നൊരു കാര്യം ദീർഘവീക്ഷണത്തോടെയുള്ള മറ്റൊരു വലിയ ചുവടുവെപ്പ് HPV വാക്സിൻ വിതരണമാണ്. സ്ത്രീകളിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ പ്രധാന അർബുദ രോഗമാണ് ഗർഭാശയഗള ക്യാൻസർ HPV വാക്സിൻ. കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്ക് ഈ വാക്സിൻ നൽകുന്നതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടത്താൻ പോവുകയാണ്. കണ്ണൂരിലെ പൈലറ്റ് അടിസ്ഥാനത്തിൽ HPV വാക്സിൻ വിതരണമാണ് ആരംഭിക്കുന്നത്. അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സംസ്ഥാനമാകെ ഈ പദ്ധതി വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യരംഗത്ത് കേരളം രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. ശിശു മാതൃ മരണനിരക്ക് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന നിലയിലാണ്. ആയുർദൈർഘ്യത്തിൻ്റെ ആഗോള ശരാശരി 73.5 ആയിരിക്കെ കേരളത്തിൽ ഇത് 77 ഇത്തരം നേട്ടങ്ങൾ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ആരോഗ്യരംഗത്ത് സർക്കാർ ദീർഘവീക്ഷണം നടത്തി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണിത്. കോവിഡ് മഹാമാരി ഉൾപ്പെടെ നമ്മൾ നേരിട്ട രീതി രാജ്യവും ലോകവും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. സമഗ്ര പരിഷ്കരണത്തിനായി ആർദ്ര മിഷന്റെ ഭാഗമായി നടപ്പാക്കിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ സാധിച്ചു. ഇത്തരം മാറ്റങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് ഇല്ലാ കഥകൾ പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യം, വനിതാ, ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗത്തുണ്ടായ മാറ്റത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി കെട്ടിടമെന്ന് മന്ത്രി പറഞ്ഞു.
MP ഡോക്ടർ വി ശിവദാസൻ, MLA മാരായ KK ശൈലജ ടീച്ചർ, KP മോഹനൻ എന്നിവർ മുഖ്യാതിഥികളായി. കൂത്തുപറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ V സുജാത ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, നഗരസഭാ വൈസ് ചെയർമാൻ V രാമകൃഷ്ണൻ, സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ K അജിത, ലിജി സജീഷ്, KV രജീഷ്, KK ഷമീർ, MV ശ്രീജ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ആരോഗ്യം ഡോക്ടർ M പീയൂഷ് നമ്പൂതിരിപ്പാട്, NHM DPM ഡോക്ടർ PK അനിൽകുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK സഹിന, PWD കെട്ടിട വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ UP ജയശ്രീ, വാർഡ് കൗൺസിലർ R ഹേമലത, നഗരസഭാ സെക്രട്ടറി PN അനീഷ്, K ധനഞ്ജയൻ, C വിജയൻ, CG തങ്കച്ചൻ, PK ഷാഹുൽ ഹമീദ്, N ധനഞ്ജയൻ, ഷംജിത്ത് പാട്യം, മുഹമ്മദ് റാഫി, K പ്രകാശൻ, ശ്രീനിവാസൻ മാറോളി, അഷ്റഫ് ചെമ്പിലോലി, P പ്രമോദ്, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. LDF സർക്കാരിന്റെ കാലത്ത് ഗുണപരമായ മാറ്റങ്ങളാണ് ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ളതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്. അത് ചിലരിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചെറുവാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിർണയ പദ്ധതിയിലൂടെ സർക്കാർ ആശുപത്രികളിലെ ലബോറട്ടറികളെയെല്ലാം ബന്ധിപ്പിച്ച് ലാബ് നെറ്റ്വർക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. അതാത് ആശുപത്രികളിൽ ചെയ്യാൻ സാധിക്കുന്ന പരിശോധനകൾ അവിടെ തന്നെ നടത്തുന്നതിനൊപ്പം വിശദ പരിശോധന ആവശ്യമെങ്കിൽ സാമ്പിൾ ഉയർന്ന ലാബിലേക്ക് അയച്ച് പരിശോധനാ ഫലം രോഗിയുടെ ഫോണിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതിയെന്നും വീണ ജോർജ് പറഞ്ഞു. നേരത്തെ എല്ലാം നമുക്കിവിടെ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഡയാലിസിസ് ചെയ്യുന്ന ഒരു ആൾ ഇതിന്റെ അടുത്തുണ്ടെങ്കിൽ ഈ ലാബ് പരിശോധന ഇടയ്ക്കിടയ്ക്ക് ചില പരിശോധനകൾ അവർക്ക് നടത്തേണ്ടതായിട്ട് വരും തുടർച്ചയായിട്ട്. അപ്പോൾ പലപ്പോഴും സ്വകാര്യ മേഖലയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ലാബിൽ സാമ്പിൾ എടുത്താൽ ഇവിടെ പരിശോധിക്കാൻ കഴിയുന്നത് ഇവിടെ പരിശോധിക്കാം. 86-ലധികം പരിശോധനകൾ ഇവിടെ നടത്താം. 131ഓളം പരിശോധനകൾ പൊതുവിൽ നടത്തുന്നതിന് വേണ്ടി ഈ സാമ്പിൾ ഇവിടെ കഴിയില്ലെങ്കിൽ ഹയർ ലാബിലേക്ക് അയച്ച് അതിന്റെ റിസൾട്ട് നമ്മുടെ ഫോണിൽ അതിന് സൗകര്യം ഉണ്ടെങ്കിൽ ആ ഫോണിലേക്ക് റിസൾട്ട് വരും. രണ്ടാണ് ഗുണം. ഒന്ന്, പല ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒന്ന്, നമുക്ക് സാമ്പത്തികമായ വലിയ പ്രശ്നം ഉണ്ടാകാതെ ഒന്നുകിൽ സൗജന്യമായിട്ടുള്ളത് സൗജന്യമായി ആ സ്കീമുകളിലൊക്കെ ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ. രണ്ട്, നമ്മളുടെ യാത്രാക്ലേശങ്ങൾ ഒഴിവാക്കും. ദൂരേക്ക് പോയി മറ്റു ലാബുകളിൽ പോയി എടുത്ത് കൊടുക്കേണ്ട നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ വന്ന് ലാബിലെടുത്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുമെന്ന് KP മോഹനൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, ഡോക്ടർ KJ റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M പീയൂഷ് നമ്പൂതിരിപ്പാട്, UP ശോഭ, P ഷൈറീന, ഉഷ രേരോത്ത്, VP ശാന്ത, T ദാമോദരൻ, TK ദീപ, മുഹമ്മദ് ഫായിസ്, CP ബിജോയ്, N റീന, ഡോക്ടർ TS ശ്രീദേവ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. NHM ROPയിൽ ഉൾപ്പെടുത്തി 2,09 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിനു പുറമെ 37 ലക്ഷം രൂപ ചെലവിൽ അടിസ്ഥാന സൗകര്യ വികസനവും നടത്തി. തലശ്ശേരി ടൗൺ HSSൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ഹയർ സെക്കൻഡറി ബ്ലോക്ക്, സ്ട്രീം ഹബ്ബ് എന്നിവ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അറിവും വിവേകവുമുള്ളവരായി വിദ്യാർത്ഥികൾ വളരണമെന്നും കഴിവുള്ളവർക്ക് മാത്രമേ നിലനിൽപ്പ് സാധ്യമാകൂവെന്നും സ്പീക്കർ പറഞ്ഞു. ഈ പുതിയ കാലത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ കാലം എന്താ പറയാന്നറിയോ? ഫയർ എന്നൊരു വാക്ക് കേട്ടി നിങ്ങൾ? ഫയർ എന്ന വാക്ക്, ഫയർ തീയാണ്. അതറിയാലോ നിങ്ങൾക്ക്? ഒരു ജനറേഷൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് 40 വയസ്സാകുമ്പോഴേക്കും ഫയർ ആവണം എന്നാണ്. തീയാവുക എന്നുള്ളതല്ല. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി, അതാണ് ഫയർ. വേഗ സാമ്പത്തികമായി സ്വതന്ത്രമാവുക, വേഗ റിട്ടയർ ചെയ്യുക. ചുറക്കൊന്നും കയ്യില്ല. 40 വയസ്സാകുമ്പോഴേക്കും ജോലിയും കൂലിയും ഉപേക്ഷിച്ച് സ്വതന്ത്രമായി നടക്കാൻ ആഗ്രഹിക്കുന്ന തലമുറയാണ് ഇപ്പോഴത്തെ തലമുറ. അതാണ് ഫയർ. പിന്നൊരു വാക്കുകൂടി ഞാൻ പരിചയപ്പെടുത്താം. ഡിങ്ക്. ഡിങ്ക്, DINK, ഡിങ്ക്. ഡിങ്ക് എന്ന് പറഞ്ഞാൽ ഡുവൽ ഇൻകം നോ കിഡ്സ്. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി വേണം, പക്ഷേ കുട്ടികളൊന്നും വേണ്ട. ഇതാണ് പുതിയ കാലം. ഈ കാലത്ത് നാം അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വല്ലാത്ത തത്വശാസ്ത്രം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നു,
നല്ല രീതിയിൽ പഠിച്ച് മുന്നേറിയാൽ മാത്രമേ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂ. പുതിയ കാലം മത്സരത്തിൻ്റെ കാലമാണ്. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2021-22 വർഷത്തെ വാർഷിക ഫണ്ടിൽ നിന്ന് 58 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഭാഗമായ സ്ട്രീം ഹബ്ബ്, ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ 2ാം നില എന്നിവ നിർമ്മിച്ചത്. കിഫ്ബി ഫണ്ടായ 1,03 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഹൈസ്കൂൾ ബ്ലോക്കിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷബാന ഷാനവാസ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TK സാഹിറ, DPC-EC വിനോദ്, വിദ്യാകിരണം കോർഡിനേറ്റർ KC സുധീർ, GEO P ശകുന്തള, AEO EP സുജാത, BPO TV സഗീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ N രാജീവൻ, HM KK നിഷ, സ്റ്റാഫ് സെക്രട്ടറി Dr. TK അനിൽകുമാർ, സ്കൂൾ ചെയർപേഴ്സൺ ഫാത്തിമ തമന്ന, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കാത്താണ്ടി റസാഖ്, CKP മമ്മു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് CK ഹഫ്സത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂ മാഹിയിൽ കുനിയിൽ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നാടിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ലോകത്തിന് മാതൃകയാണെന്നും വിദ്യാർത്ഥികളെ സാമൂഹ്യ ബന്ധമുള്ളവരായി വളർത്താൻ സാധിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. ന്യൂമാഹി പഞ്ചായത്തിലെ കുനിയിൽ ഗവൺമെന്റ് LP സ്കൂളിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം നാടിന് സമർപ്പിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ ലോകത്തിന് മാതൃകയാണെന്നും വിദ്യാർത്ഥികളെ സാമൂഹ്യ ബന്ധമുള്ളവരായി വളർത്താൻ സാധിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. നിങ്ങൾ കൃത്യമായി കുട്ടികളെ ഉറക്കെ ക്ലാസ് റൂമിൽ വായിപ്പിച്ച് അക്ഷരസ്ഫുടതകളെ തലമുറയാക്കി മാറ്റി, ഒപ്പം അതിലൂടെ അവരുടെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ഒരു ഡിബേറ്റിംഗ് സ്കിൽ, സംവദിക്കാനുള്ള ശേഷി, ഒറേറ്ററി സ്കിൽ, സംസാരിക്കാനുള്ള വൈഭവം, അത് ഒരുപക്ഷെ പുറത്തു വന്നേക്കും. അതുകൊണ്ട് കുട്ടികളെ യാതൊരു സഭാകമ്പവും ഇല്ലാതെ ആരുടെയും മുഖത്തേക്ക് കുട്ടികളെ പഠിപ്പിക്കേണ്ട, കുട്ടികളെ ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കണം. ഇതിപ്പോ ആരെങ്കിലും ആരെങ്കിലും ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചാൽ അപ്പാട് ടീച്ചർ പുറത്തേക്ക് ഇങ്ങനെയാണോ ചോദ്യം ചോദിക്കാൻ? ആ രീതിയിൽ വെച്ചില്ല. കുട്ടികൾ ഉണ്ടാവേണ്ടത് ചോദ്യം ചോദിക്കാനുള്ള ആർജവമാണ്, വൈഭവമാണ്. അതുപോലെ കുട്ടികൾ ഉണ്ടാവേണ്ടത് ക്യൂരിയോസിറ്റിയാണ്. എന്താ ക്യൂരിയോസിറ്റി? ജിജ്ഞാസയാണ്. ആ ജിജ്ഞാസയുള്ള തലമുറയാക്കി, ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന തലമുറയാക്കി ഈ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഈ പ്രാഥമിക വിദ്യാലയമായ LP സ്കൂളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് ആ നിലയിൽ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഈ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചതായി പ്രഖ്യാപിച്ച് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഫണ്ടിൽ നിന്നും അനുവദിച്ച 59 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ന്യൂമാഹി പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ഇവിടെ 34 വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് MK സയ്യിത്തു ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ, സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ K ഷർമിള, മാണിക്കോത്ത് മകേഷ്, പഞ്ചായത്ത് അംഗം KP രഞ്ജിനി, തലശ്ശേരി AEO സുജാത, PTA പ്രസിഡന്റ് നിഷാന്ത്, കുഞ്ഞില സ്കൂൾ പ്രധാനാധ്യാപിക സിന്ധു K ജയപ്രകാശൻ, KA ലസിത, കണ്ഠ്യൻ സുരേഷ് ബാബു, VK അനീഷ് ബാബു എന്നിവർ സംസാരിച്ചു. ചൊക്ലി ഉപജില്ലാ കലോത്സവത്തിന് രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ വർണ്ണാഭമായ തുടക്കം. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ കലാമാമാങ്കം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. സജിത ടീച്ചർ എന്നെ പലതവണ വിളിച്ച് എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പരിപാടി സന്തോഷപൂർവ്വം ഏൽക്കുകയും ടീച്ചർ കൃത്യമായി എനിക്ക് വരാനുള്ള ടിക്കറ്റ് അയച്ചു തന്നു. 9:35 ഞാൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ശ്യാംജിത്ത് ലാൽ എന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഇപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി. ഞാൻ ഇന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. പക്ഷേ അദ്ദേഹം എന്നെ ഇവിടെ കൊണ്ടുവന്നു. തൊട്ടടുത്ത നമ്മുടെ സുശാന്ത് മാഷ വീട്ടിലൊക്കെ പോയി. ഞാൻ കരുതിയത് 10 മണിക്ക് ഉദ്ഘാടനം, 10 മണി 10:30 ഉദ്ഘാടന ചടങ്ങ് നടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ചൊക്ലി ഉപജില്ലയിലെ 80ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 5679 വിദ്യാർത്ഥികൾ മേളയിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. 10 വേദികളിലായാണ് മത്സരം നടക്കുന്നത്. സിനിമാതരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ സുവനീർ പ്രകാശനവും നിർവഹിച്ചു. ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം E വിജയൻ മാസ്റ്റർ, AEO KA ബാബുരാജ്, BPC സുനിൽ ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ പ്രശാന്തൻ തച്ചറത്ത് സ്വാഗതവും
റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ പി സജിത നന്ദിയും പറഞ്ഞു. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചൊക്ലി ഉപജില്ലാ കലോത്സവത്തിൽ കയ്യടി നേടി ഭിന്നശേഷി കുട്ടികളും. ഹൃദയഹാരിയായ സ്വാഗതഗാനത്തിന് മനോഹരമായ നൃത്താവിഷ്കാരമൊരുക്കിയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ ആസ്വാദക മനം കവർന്നത്. ചൊക്ലി ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ 9ഓളം പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ഉപജില്ലാ കലോത്സവത്തിൻ്റെ സ്വാഗതഗാനത്തിനായി രംഗത്തു വന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി സമഗ്രശിക്ഷ കേരളം ചൊക്ലി BRCയുടെ നേതൃത്വത്തിൽ ഉപജില്ലയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ അധ്യാപകരാണ് ഭിന്നശേഷി കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. രാമവിലാസം ഹയർ സെക്കൻഡറിയിലെ വിദ്യാർത്ഥികൾ ആലാപനം നടത്തി. അധ്യാപകനായ സുനേഷ് മലയിലിൻ്റെ വരികൾക്ക് അധ്യാപിക സി അസിത സംഗീതവും പൂർവ്വ വിദ്യാർത്ഥി പി അനൂജ് ഓർക്കസ്ട്രയും നിർവഹിച്ചു. ഭിന്നശേഷി കുട്ടികളുടെ മനോഹരമായ നൃത്താവിഷ്കാരം കൂടിയായപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിന് പതിവിലും മാറ്റ് കൂടി. തങ്ങളുടേതല്ലാത്ത കാരണങ്ങളാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരികയോ മാറ്റി നിർത്തപ്പെടുന്നവരോ ആണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾ. അവരെ ചേർത്ത് പിടിക്കേണ്ടതും നമ്മെപ്പോലെ അവർക്കും നാളെ മികച്ച ജീവിത സാഹചര്യം ഒരുക്കി നൽകേണ്ടത് സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന കൃത്യമായ സന്ദേശം കുട്ടികൾക്കും പൊതുസമൂഹത്തിനും കൈമാറുക എന്നതാണ് ഇത്തരം ഉദ്ഘാടന ചടങ്ങിലൂടെ തങ്ങൾ ഉദ്ദേശിച്ചതെന്ന് റിസപ്ഷൻ കമ്മിറ്റി കൺവീനറായ പി സജിത പറഞ്ഞു. നവംബർ 4 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു പ്രദർശന ഇനം എന്ന നിലയിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മാർഗം കളി കൂടി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ചൊക്ലി BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ പറഞ്ഞു. പങ്കെടുത്ത ഭിന്നശേഷി കുട്ടികൾക്ക് സിനിമാതാരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉപഹാരങ്ങൾ കൈമാറി. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ചെണ്ടയാട് ജനകീയാരോഗ്യ കേന്ദ്രത്തിന് കുനുമ്മൽ കല്ലറക്കലിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് ജനകീയാരോഗ്യ കേന്ദ്രം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നാടിന് സമർപ്പിച്ചു. ചെണ്ടയാട് കുനുമ്മൽ കല്ലറക്കല്ലാണ് ആധുനിക സൗകര്യത്തോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. KP മോഹനൻ MLA ശിലകം അനാച്ഛാദനം ചെയ്തു. ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടെ KP മോഹനൻ MLAയും ജനപ്രതിനിധികളെയും സ്വീകരിച്ചാനയിച്ചു.
നിലവിൽ മാവിലേരി അംഗൻവാടി കെട്ടിടത്തിന്റെ മുകളിൽ പരിമിതമായ സൗകര്യത്തോടുകൂടിയാണ് ഒറ്റമുറിയിൽ ആരോഗ്യകേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. പുതിയ കെട്ടിടം നിർമ്മിക്കാനായി ദേശീയ ആരോഗ്യ മിഷന്റെ NHMRA OP ഫണ്ട് 67 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ശ്രീനാരായണ ഗുരുമഠം കമ്മിറ്റി കണ്ടോത്തുചാൽ നൽകിയ 5 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് അധികം ദൂരത്ത് പോകാതെ ചെറിയ രോഗങ്ങൾക്ക് ചികിത്സ ലഭിക്കുക എന്നത്. രോഗികൾക്ക് അത് ലഭിക്കണമെങ്കിൽ നമുക്ക് സമീപ പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് വാർഡ് തലത്തിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ഇതുപോലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ സർക്കാർ അനുവദിക്കുകയും അതിന് കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. 67 ലക്ഷം രൂപയാണ് ഈ കെട്ടിടത്തിന് ചിലവായിട്ടുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ശ്രീനാരായണ മഠത്തിൻ്റെ കമ്മിറ്റിയോടാണ്. കാരണം സാധാരണഗതിയിൽ എത്ര കോടി കൊടുത്താൽ പോലും ഇന്ന് ഭൂമി ലഭിക്കാത്ത, വളരെ വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. അവിടെയാണ് അവർ സൗജന്യമായിട്ട് ഈ ഭൂമി നൽകുകയും ആ ഭൂമിയിൽ നന്നായിട്ട് തന്നെയുള്ള ഒരു കെട്ടിടം, നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള കെട്ടിടം ഇവിടെ പണിത് ഏൽപ്പിച്ചിട്ടുണ്ട്. കുന്നത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VP ശാന്ത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ചന്ദ്രിക പതിയന്തപ്പെട്ട സാദിഖ് പാറാട്ട്, കുന്നത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ NP അനിത, PK മുഹമ്മദ് അലി, P മഹിജ, പഞ്ചായത്ത് അംഗം ഗിരീഷ് പോതിയാൽ, സെക്രട്ടറി ഇൻചാർജ് NK സാഗർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S ദീക്ഷിത്, ശ്രീനാരായണ മഠം കമ്മിറ്റി അംഗം C ബാലൻ, K നൌഷാദ്, CVA ജലീൽ മാസ്റ്റർ, TP മുസ്തഫ, PB രോഹിത് റാം, KP നന്ദനൻ, മുകുന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കടവത്തൂർ VVUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്യാം ഷീനയുടെ പ്രഥമ പുസ്തകം കാവോൻ പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ രാജു കാട്ടുപനം ഉദ്ഘാടനം ചെയ്തു. കടവത്തൂർ VVUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ശ്യാം ഷീനയുടെ ഒന്നാമത്തെ പുസ്തകമായ കാവോൻ പ്രകാശനം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് ബാലസാഹിത്യകാരൻ രാജു കാട്ടുപനം ശ്യാം ഷീനയുടെ അമ്മ ഷീനയ്ക്ക് നൽകിക്കൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്തു. ദേവദാസ് മത്തത്ത് അധ്യക്ഷനായി. ഡോക്ടർ TK അനിൽകുമാർ പുസ്തക പരിചയം നടത്തി. ജയപ്രകാശ് പാനൂർ, റഫീഖ് അണിയാരം, റസാഖ് പുല്ലുകര, TK ശ്രീജിത്ത് മാസ്റ്റർ, KM സുനിലൻ എന്നിവർ പ്രസംഗിച്ചു. രാജേഷ് അണിയാരം സ്വാഗതവും ശ്യാം ഷീന നന്ദിയും പറഞ്ഞു. ഈ പുസ്തകം ഒരു വിളിച്ചു പറയാം. അപ്പൊ ശ്യാം ഒട്ടും സങ്കടപ്പെടണ്ട. ശ്യാമിന്റെ മുഖമൊക്കെ നേരത്തെ വരുമ്പോൾ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. വലിയ ആളുകളൊന്നും ഇല്ലാതെ ഇവിടെ വരുമ്പോൾ കുറേ പേരൊക്കെ അങ്ങനെയാണ്. ഈ കല്യാണം ക്ഷണിക്കുമ്പോഴാണ് നമ്മൾ ക്ഷണിക്കുന്നത് പുസ്തക പ്രകാശനത്തൊക്കെ. അപ്പൊ ആളുകൾ പോകുന്ന വഴിക്ക് വരുന്ന വഴിക്കൊക്കെ സൗകര്യമുള്ള കുറച്ച് ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഇടാണ്. വലിയ കുറച്ച് താല്പര്യമുള്ളവരും കുറച്ച് സ്നേഹമുള്ള ആളുകളും ഒക്കെ വരും എന്നല്ലാതെ പലരും പല കാര്യങ്ങൾ കൊണ്ടാണ് എത്തിപ്പെടാൻ പറ്റാതെ പോകുന്നത്. ഒട്ടും ശ്യാം സങ്കടപ്പെടേണ്ട. കാരണം മലയാളത്തിലെ വലിയ പ്രസിദ്ധനായ എഴുത്തുകാരൻ പുസ്തക പ്രകാശനം തലശ്ശേരി കറണ്ട് ബുക്സിലൊക്കെ വെച്ച് നടത്തിയപ്പോൾ എഴുത്തുകാരൻ പിന്നെ അതിന്റെ മാനേജർ ബിജു ഞാൻ ആകെ 4-5 പേരുണ്ടായിരുന്നു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാസയിലെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സുഡോക്കു കൊക്ക് നിർമ്മാണം നടന്നു. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു.
സുഡോക്ക് കൊക്കു നിർമ്മാണവും അനുസ്മരണത്തിന്റെ ഭാഗമായി നടന്നു. KP രാമകൃഷ്ണൻ മാസ്റ്റർ നേതൃത്വം നൽകി. അമയ പ്രവീൺ അധ്യക്ഷയായി. ബാലവേദി സെക്രട്ടറി അനുഷ്ക സ്വാഗതം പറഞ്ഞു. നിരവധി കുട്ടികൾ പരിപാടിയിൽ പങ്കാളികളായി. മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജ് മലയാളം വിഭാഗവും മാഹി പ്രസ് ക്ലബ്ബും സംയുക്തമായി 3ാം വർഷ BA മലയാളം വിദ്യാർത്ഥികൾക്കായുള്ള 1 മാസം നീണ്ടു നിൽക്കുന്ന ഇന്റേൺഷിപ്പ് തുടങ്ങി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KK ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, അടിസ്ഥാന വികസന സൗകര്യങ്ങൾ വിപുലപ്പെടുന്നതോടൊപ്പം അക്കാദമിക വികസനവും വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നിർബന്ധപൂർവ്വം നിങ്ങളെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് നടത്തിയത്, ഇപ്പം ഈ പറഞ്ഞ ഇന്റേൺഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മാധ്യമരംഗത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരായി മാറും. ഇതിനു മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ ധാരണകളും അന്വേഷണ പരമ്പരകളിൽ നിന്ന് പഠിക്കും. അതേപോലെ തന്നെ മാധ്യമരംഗത്തുള്ള ഫോട്ടോഗ്രാഫുകളും വീഡിയോഗ്രാഫുകളും എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യ അസീസ് മാഷ് നിങ്ങൾക്ക് പറഞ്ഞു നൽകും. മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫർ അസീസ് മാഹി മുഖ്യപ്രഭാഷണം നടത്തി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് KV ഹരീന്ദ്രൻ സ്വാഗതവും മലയാള വിഭാഗം തലവൻ ഡോക്ടർ ബാബുരാജ് നന്ദിയും പറഞ്ഞു. വിവിധ ദിവസങ്ങളിൽ പ്രമുഖ സാഹിത്യകാരൻ M. മുകുന്ദൻ, മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ആസിഫ് അലി, പ്രശസ്ത നാടൻ കലാ ഗവേഷകൻ KK മാരാർ, പ്രൊഫസർ AP സുബൈർ, ഡോക്ടർ MC വസിഷ്ഠ, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് പ്രിൻസ് എബ്രഹാം, ചലച്ചിത്ര നടൻ രാജേന്ദ്രൻ തായാട്ട്, കാർട്ടൂണിസ്റ്റ് അജയകുമാർ, പ്രശസ്ത മാധ്യമപ്രവർത്തകരായ PP ശശീന്ദ്രൻ, OC മോഹൻരാജ്, KP അദീബ, പ്രശസ്ത ചലച്ചിത്ര നടൻ സുശീൽ കുമാർ തിരുവങ്ങാട്, റിട്ടയർഡ് പ്രിൻസിപ്പൽ M. ഹരീന്ദ്രൻ, സിനിമോട്ടോഗ്രാഫർ A. അജിത് കുമാർ തുടങ്ങിയവർ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യും. ചരിത്ര ഭൂമികകൾ, പഠന ഗവേഷണ കേന്ദ്രങ്ങൾ, അച്ചടി, ദൃശ്യ, ശ്രാവ്യ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവ സന്ദർശിക്കും. ചലച്ചിത്ര പ്രദർശനവും സംവാദവും ഉണ്ടാകും. ഡോക്ടർ ബാബുരാജ് ശില്പശാലയുടെ ഡയറക്ടറും ചാലക്കര പുരുഷു അസിസ്റ്റന്റ് ഡയറക്ടറുമാണ്. 27-ന് നടക്കുന്ന സമാപന സമ്മേളനം പിന്നണി ഗായകൻ VT മുരളി ഉദ്ഘാടനം ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu
Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ ഇ നാരായണൻ സ്മാരക ഓഡിറ്റോറിയ കെട്ടിട ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. സർക്കാർ നടത്തുന്നത് കേരളത്തെ വൈജ്ഞാനിക നൂതനത്വ സമൂഹമാക്കാനുള്ള പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നടത്തുന്ന ഇത്തരം ശ്രമങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നത് എന്ന് വിദ്യാർത്ഥികളുടെ വിവിധ മേഖലകളിലെ മികവ് വ്യക്തമാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് മാതൃകയാക്കാവുന്നൊരു കാര്യം, അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വിഷമിച്ച ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാളാണ് തൻ്റെ പരിചയത്തിലൂടെ, അനുഭവത്തിലൂടെ രാജ്യം ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനായി മാറി. ഇവിടെ പഠിക്കുന്ന MBA വിദ്യാർത്ഥികളായാലും മറ്റു വിദ്യാർത്ഥികളായാലും കാണേണ്ട ഒരു പ്രത്യേകതയില്ല. തങ്ങൾ ഏർപ്പെടുന്നതിൽ ഉണ്ടാകേണ്ട അർപ്പണബോധം, അതാണ് യഥാർത്ഥത്തിൽ കഴിവ് വർദ്ധിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായി കണ്ടിരുന്നത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പഠനം അനുഭവത്തിലൂടെയാണ്. ഒരു പ്രദേശത്ത് പോയാൽ ആ പ്രദേശത്തെ പുതിയ കാര്യങ്ങൾ, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. സഹകരണ രംഗത്തെ മുതിർന്ന നേതാവായിരുന്ന ഇ നാരായണന്റെ ചിത്രം മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. കുസാറ്റ് MBAയിൽ 2ാം റാങ്ക് നേടിയ AT ഷിഞ്ചുൽ, NCC സംസ്ഥാനത്തെ മികച്ച കേഡറ്റ് AP യധുൻ, NPTEL എലൈറ്റ് ഗോൾഡ് മെഡൽ നേടിയ TR മാളവിക, VK ദേവപ്രിയ, PV ദൃശ്യ എന്നിവർക്ക് മുഖ്യമന്ത്രി ഉപഹാരം നൽകി. ഇ നാരായണന്റെ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിൻ്റെ MLAമാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2,40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത്. ഒരേ സമയം 1400 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യമാണ് ഓഡിറ്റോറിയത്തിലുള്ളത്. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ,
കോളേജ് സിൽവർ ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു. ക്യാമ്പ് ഡയറക്ടർ ഡോക്ടർ VA താജുദ്ദീൻ അഹമ്മദ് കേരള ഫ്യൂച്ചർ ടെക്നോളജി ഹബ്ബ് ലോഗോ പ്രകാശനം ചെയ്തു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത, എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അംഗം KV നിമിഷ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എബി ഡേവിഡ്, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ P രാജീവ്, എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റാഫ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രൊഫസർ TP രേഷ്മ, കോളേജ് യൂണിയൻ പ്രതിനിധി B അരുൺജിത്ത്, അലൂമിനി അസോസിയേഷൻ ട്രഷറർ AK അനസ്, PTA വൈസ് പ്രസിഡന്റ് P അജിത് എന്നിവർ സംസാരിച്ചു. കതിരൂർ പഞ്ചായത്തിലെ മലാലിൽ AKG അംഗൻവാടിയുടെ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സനൽ ഉദ്ഘാടനം ചെയ്തു. കതിരൂർ പഞ്ചായത്തിലെ മലാലിൽ AKG അംഗൻവാടിയുടെ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PP സനൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാർ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഒന്നിനെയും ജനങ്ങളുടെ ആവശ്യത്തെ അല്ലാതെ മറ്റൊന്നിനെയും, തങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുക. അങ്ങനെ മുന്നോട്ട് പോകുന്നിടത്ത് ഈ നാട് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലുള്ള പ്രതിരോധത്തിന്റെ ഇടപെടൽ നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെയും അതുപോലെ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെയും നമുക്ക് ആ അർത്ഥത്തിൽ കണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയേണ്ടതുണ്ട് എന്ന് കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുക. എല്ലാം തികഞ്ഞവരാണ് എന്ന അവകാശവാദം നമുക്ക് ആർക്കുമില്ല. ഉറപ്പായും 2 ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകണം. കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. എല്ലാവർക്കും ജനാധിപത്യപരമായ രീതിയിൽ വിമർശിക്കുവാനും വിശകലനം ചെയ്യുവാനുമുള്ള അവകാശമാണ്. ആ അവകാശങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ചെയ്ത കാര്യങ്ങൾ അതിനെ ആത്മാർത്ഥമായി വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കാൻ കൂടി തയ്യാറാണ്. എങ്കിൽ മാത്രമാണ് പുതുതായി വരുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി. ആ അർത്ഥത്തിൽ വിശകലനം ചെയ്താൽ കതിരൂരും കേരളവും വലിയ മാറ്റത്തിന് വിധേയമാക്കപ്പെട്ട കാലയളവാണ് കടന്നുപോയിട്ടുള്ളത്. അതിന് തുടർച്ചയുണ്ടാവണമെങ്കിൽ ഈ നാട് തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അധികാരത്തിലേക്ക് വരേണ്ടത്. ഈ നാട് ഇതുപോലെ ഇനിയും ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ടേക്ക് കുതിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിഭാവനം ചെയ്യാനും അത് നടപ്പിലാക്കാനും കഴിവുള്ളവർ അധികാരത്തിലേക്ക് വരണം. അതിന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ആ പുരോഗമന കാഴ്ചപ്പാടോടുകൂടി ഉൾക്കൊള്ളാൻ, അതിനുവേണ്ടി അണിനിരക്കാൻ കൂടി നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണം, സന്നദ്ധമാവണം, തയ്യാറാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അംഗൻവാടി വർക്കർ P സജിന അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില P രാജ്, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV പവിത്രൻ, N സുധീഷ്, A സംഗീത എന്നിവർ സംസാരിച്ചു. KK കുമാരമാസ്റ്റർ സ്വാഗതവും വിലാസൻ നന്ദിയും പറഞ്ഞു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാലയും അനുമോദനവും നടത്തി. KPCC ട്രഷറർ VA നാരായണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ മിഷൻ ഏകദിന ശില്പശാലയും അനുമോദനവും പാനൂരിൽ സംഘടിപ്പിച്ചു. പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KPCC ട്രഷറർ VA നാരായണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപിക്കുമ്പോൾ ഏകദേശം 6.5 ലക്ഷത്തോളം ആളുകൾ ഈ സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തിലുള്ള കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ തന്നെ 4,56,000 പരം ആളുകൾ കേരളത്തിൽ അതിദാരിദ്ര്യരായിട്ടുള്ള ആളുകളുമാണ്. അവർക്കാണ് കേന്ദ്ര ഗവൺമെന്റ് അന്നയോജന, അന്ത്യപൂർണ്ണ തുടങ്ങിയ അന്ത്യോദയ പദ്ധതികളിലൂടെ 55 രൂപയും ഒക്കെ കൊടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സംസ്ഥാനം, സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ്ങുള്ള സംസ്ഥാനം. ഏകദേശം 10 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇന്നലെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് വലിയ ആഘോഷം നടത്തി ഇന്നലെ മുന്നോട്ടേക്ക്. അതിന്റെ വളരെ ഗൗരവമാണ്. പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞിട്ടുള്ള ചർച്ച ചെയ്തതാണ്. വളരെ ഗൗരവമാണ് നമ്മുടെ അവസ്ഥ. കേരളത്തിൽ നിൽക്കുന്ന റേഷൻ സമ്പ്രദായം നിൽക്കാൻ പോവുകയാണ്. KPCC ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ട VA നാരായണൻ, ചന്ദ്രൻ തില്ലങ്കേരി, പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി നിയമിതനായ KP രാമചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി KP സാജു ആദര സമർപ്പണം നടത്തി. ബ്ലോക്ക് ചെയർപേഴ്സൺ ഗീത കൊമ്മേരി അധ്യക്ഷയായി. KP രാമചന്ദ്രൻ, KC ബിന്ദു, KK ഗീത, നിഷ നെല്ലിയാട്ട്, NK ഉഷ എന്നിവർ പ്രസംഗിച്ചു. KK ദിനേശൻ സ്വാഗതവും P രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. നേതൃത്വ പരിശീലന ക്ലാസ്സിന് മഹേഷ് മട്ടന്നൂർ, C മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനം, ബ്ലോക്കിലെ പ്രസ്ഥാനം, പഞ്ചായത്ത് ചെയർമാൻമാരെല്ലാം ഇവിടെയുണ്ട്. നമുക്ക് ഒന്നുകൂടി ഉഷാറാക്കാൻ കുറച്ച് സംഘങ്ങൾ കൂടി ഉണ്ടാക്കണം എന്ന് മാത്രം
അഭ്യർത്ഥിച്ചുകൊണ്ട് വി അശോകൻ അധ്യക്ഷനായി. NP സതി, MK രാജൻ, A രവീന്ദ്രൻ, KK ദാസൻ എന്നിവർ പ്രസംഗിച്ചു. CH സുരേഷ് ബാബു സ്വാഗതവും CK ഷിനോജ് നന്ദിയും പറഞ്ഞു. തലശ്ശേരി നോർത്ത് ഉപജില്ലാ കലോത്സവം നടക്കുന്ന മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ട് ഗാലറി ഒരുക്കി സ്കൂൾ അധികൃതർ. നിരവധി കലാ ആസ്വാദകരാണ് ആർട്ട് ഗാലറിയിൽ എത്തുന്നത്. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ട് ഗാലറി ഒരുക്കി മാനേജ്മെന്റ്. തലശ്ശേരി നോർത്ത് ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായാണ് ആർട്ട് ഗാലറി വിദ്യാലയമുറ്റത്ത് ഒരുക്കിയത്. KP മോഹനൻ MLA അനാച്ഛാദനം ചെയ്തു. വിദ്യാലയങ്ങളായിട്ട് മാറി. കേരളത്തിലെ 93% വിദ്യാലയങ്ങളും ഇന്ന് ഹൈടെക് ആയിട്ട് മാറി. ആ വിദ്യാലയത്തിൽ ഇരുന്നുകൊണ്ട് പഠിക്കാൻ കുട്ടികൾക്കും അവിടെ അയക്കാൻ രക്ഷിതാക്കൾക്കും ഇഷ്ടമാണ്. പഴയ കാലത്ത് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതൊക്കെ തന്നെ മാറി. ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളിലടക്കം കുട്ടികളെ അയക്കുന്ന രൂപത്തിലേക്ക് രക്ഷിതാക്കൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥി സൗഹൃദമായിരിക്കണം വിദ്യാഭ്യാസം, സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി എഡ്യൂക്കേഷൻ. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ കലാ കായിക രംഗത്തും ഒക്കെ തന്നെ വളരണം. സജീവ് മാറോളി അധ്യക്ഷനായി. CP രാജേഷ്, T ഭാസ്കരൻ, K വിജേഷ്, PK രജീഷ്, PP കൃഷ്ണൻ, ആർട്ടിസ്റ്റ് ശശികല, സജീവൻ പാനുണ്ട, CC ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള കുണ്ടുചിറയിലെ വാതക ശ്മശാന കോമ്പൗണ്ടിൽ സ്ഥാപിക്കുന്ന ഡയപ്പർ ഇൻസിനറേറ്റർ യൂണിറ്റിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു. കതിരൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുണ്ടുചിറയിലെ വാതക ശ്മശാന കോമ്പൗണ്ടിൽ ഡയപ്പർ ഇൻസിനറേറ്റർ യൂണിറ്റ് സ്ഥാപിക്കുന്നു. ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ഫിൻലാൻഡിന് സമാനമായ നിലയിലുള്ള ഒരു പ്രവർത്തനം നടത്തി വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഇവിടെ ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ, മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ നാം നടത്തുന്ന പ്രവർത്തനം, നമ്മൾ ഒട്ടേറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നത്. ഇപ്പോൾ ഞാനൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വന്നതിന് ശേഷം ചില വീടുകളിലല്ല ഈ പറയുന്ന ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ പോയാൽ അവർ ഈ സംസ്കരിക്കേണ്ടുന്ന പ്ലാസ്റ്റിക് നൽകാതിരിക്കുകയും അതുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽ വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് ചിലർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഇന്നിപ്പോൾ നമ്മുടെ ലോകത്താകെ കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിൽ ഉണ്ടാവുകയാണ്. ഈ കാർബണിന്റെ വികിരണം വലിയ തോതിൽ അന്തരീക്ഷത്തിലേക്ക് പടരുന്നതൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം. പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനായി. വാർഡംഗം TK ഷാജി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV പവിത്രൻ, പഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ, വിദ്യാരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1978-79 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം തലശ്ശേരി ഗോകുലം ഫോർട്ടിൽ നടന്നു. വിവിധ കലാപരിപാടികളും നടന്നു. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1978-79 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം തലശ്ശേരി നടന്നു. തലശ്ശേരി ഗോകുലം ഫോർട്ടിലാണ് സംഗമം നടന്നത്. പ്രസിഡന്റ് C രാധാകൃഷ്ണൻ, ജനറൽ സെക്രട്ടറി PB രാജേഷ്, ട്രഷറർ ജയരാമൻ, വൈസ് പ്രസിഡന്റ് സതീഷ്, AM രാജേഷ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. TP അനിൽകുമാർ, സതീഷ്, രാധാകൃഷ്ണൻ, VM രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി PP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരീക്ഷ കഴിഞ്ഞിട്ട് ആ ആൻസർ പേപ്പർ കെട്ടി ഇൻവിജിലേറ്റർ കയ്യിൽ കൊടുത്തിട്ട് ആ പടി ഇറങ്ങിയിട്ട് 46 കൊല്ലം കഴിഞ്ഞു. 8 മാസം കഴിഞ്ഞു. 4ാമത്തെ ഗെറ്റ് ടുഗദർ. 1ാമത്തെ ഗെറ്റ് ടുഗദർ 2016 പെർവ്യൂ റെസിഡൻസിയിൽ ടീച്ചേഴ്സിനെല്ലാം വിളിച്ച് ഗംഭീരമായിരുന്നു നമ്മളെ തരത്തെ പരിപാടി. മറക്കാൻ പറ്റാത്ത പരിപാടിയാണ്. 35 വർഷങ്ങൾക്ക് ശേഷം നമ്മളെ ഗെറ്റ് ടുഗദർ. പിന്നെ പാരീസ് പ്രസിഡൻസിയിൽ ജെമിനി. ഈ 4ാമത്തെ ഗെറ്റ് ടുഗദറും ആ കഴിഞ്ഞ 3 ഗെറ്റ് ടുഗദറും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസം.
പറയാൻ പറ്റും? അല്ല, അതൊക്കെ ഉണ്ട്. ശ്രീധരന്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതറിയാം. ശ്രീധരായിരുന്നു ഈ 3 കാര്യങ്ങളിലും. ഇപ്പൊ രാജേഷ് അത് ഏറ്റെടുത്ത് ഗംഭീരമായി ചെയ്യുന്നുണ്ട്. ശരി, നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നം, ഒരു വ്യത്യാസം, റിട്ടയർമെന്റ്. ബസ്സിൽ ഞാൻ വരുമ്പോ, ഒരു സ്റ്റേറ്റ് ബസ്സിൽ ഞാനിന്ന് വരുമ്പോ, പൊതുവെ സ്റ്റേറ്റ് ബസ് എല്ലാ സീറ്റും റിസർവ്ഡ് ആണ്. സ്ത്രീകള്, അമ്മയും കുഞ്ഞും, വികലാംഗൻ, അങ്ങനെ ഉണ്ടാവും. ഒരു സീറ്റ് ഞമ്മക്കില്ല. ഇതെല്ലാം കഴിഞ്ഞ് ജനറൽ സീറ്റിലാണ് നമ്മളിരിക്കുക. പക്ഷെ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി ഒരു സീറ്റിൽ ഇരുന്നു. ആ സീറ്റിന്റെ മേലെ നോക്കുമ്പോൾ സീനിയർ സിറ്റിസൺ, 60 വയസ്സ് കഴിഞ്ഞു. 2 രീതിയിൽ നമുക്കിത് കാണാം. 60 വയസ്സ് കഴിഞ്ഞു, 60 വയസ്സല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇല്ലേ? ബാക്കിയുണ്ട്. 60 വയസ്സേ കഴിഞ്ഞിട്ടുള്ളൂ. പണ്ട് ആലോചിച്ച് നോക്കി, സെന്റ് ജോസഫ് നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു മാഷയും ടീച്ചറേയും പോലെ. ഇപ്പൊ റിട്ടയർ ചെയ്ത മാഷ കോലം. തലശ്ശേരി മേലൂട്ട് ശ്രീ മുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ഡിസംബർ 26, 27, 28 തീയതികളിൽ നടക്കും. ധനശേഖരണത്തിന്റെ ആദ്യ റെസീറ്റ് മേലൂട്ട് തറവാട്ടുകാരുടെ കയ്യിൽ നിന്നും മടപ്പുര കമ്മിറ്റി പ്രസിഡന്റ് KM ധർമ്മപാലൻ സ്വീകരിച്ചു. തലശ്ശേരി മേലൂട്ട് ശ്രീമുത്തപ്പൻ മടപ്പുര തിരുവപ്പന മഹോത്സവം ഡിസംബർ 26, 27, 28 തീയതികളിൽ നടക്കും. ഇതിന്റെ ധനശേഖരണാർത്ഥമുള്ള ആദ്യ റെസീറ്റാണ് ചടങ്ങിൽ സ്വീകരിച്ചത്. മേലൂട്ട് തറവാട്ടുകാരിൽ നിന്നും മടപ്പുര കമ്മിറ്റി പ്രസിഡന്റ് KM ധർമ്മപാലൻ ആദ്യ സംഭാവന സ്വീകരിച്ചു. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളും ഭരണസമിതി അംഗങ്ങളും നിർവാഹക സമിതി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരളവും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കൂത്തുപറമ്പ് BRC പരിധിയിലുള്ള GHSS പാട്യം സ്കൂളിൽ ആരംഭിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് BRCയുടെ നേതൃത്വത്തിലാണ് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി സമഗ്ര ശിക്ഷാ കേരളവും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ഇലക്ട്രോണിക് വെഹിക്കിൾ സർവീസ്, കോസ്മെറ്റോളജി എന്നീ 2 കോഴ്സുകളാണ് ഇവിടെ ആരംഭിച്ചത്. 50 വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. പണ്ട് ഞാനൊക്കെ തന്നെ പഠിക്കുന്ന കാലത്ത് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു പിരീഡ്, ക്രാഫ്റ്റ് പിരീഡ്. ആ ക്രാഫ്റ്റ് പിരീഡിൽ ഞങ്ങളൊക്കെ തന്നെ ഇരുന്ന് നല്ല ചൂടിയൊക്കെ കൊണ്ടുവന്ന് നല്ല ചൂടിപ്പായ മടങ്ങി ഒക്കെ തന്നെ ഉണ്ടാവും. ചൂടിപ്പായ മടങ്ങി കഴിഞ്ഞാൽ അത് വിൽപ്പനക്ക് പോകും. നല്ല പൈസ കിട്ടും അന്നത്തെ കാലത്ത്. നല്ല ചൂടിപ്പായ. അപ്പോൾ ചൂടി എങ്ങനെ ഉണ്ടാക്കും? നമ്മുടെ മണലിൽ നിന്ന് ചേരിയെടുത്ത് ചകിരി ഉണക്കി വെള്ളത്തിലിട്ട് അത് കഴിഞ്ഞ് ചൂടി ഉണ്ടാക്കിയിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അതൊക്കെ എങ്ങനെ പഠിക്കണം എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ആ ക്രാഫ്റ്റ് ഇപ്പോഴും ആ പീരീഡ് ഇപ്പോഴില്ല. അതോടുകൂടി തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ നമ്മൾ വീണ്ടും അതിലേക്കാണ് വരുന്നത്. വാർഡ് മെമ്പർ സുജാത അധ്യക്ഷയായി. DPC വിനോദൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. കൂത്തുപറമ്പ് BPC സതീന്ദ്രൻ മാസ്റ്റർ, സ്കൂൾ PTA പ്രസിഡന്റ് സുധീർ ബാബു, പഞ്ചായത്ത് അംഗം പത്മനാഭൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ജമീല സ്വാഗതവും SDC കോർഡിനേറ്റർ അമീറ നന്ദിയും പറഞ്ഞു. കണ്ണംവെള്ളി മഹാത്മാ യുവക് കേന്ദ്രം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ഗാനസന്ധ്യയും നടത്തി. വിവിധ കലാപരിപാടികളും നടന്നു. പാനൂർ കണ്ണംവെള്ളി മഹാത്മാ യുവകേന്ദ്രം വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനവും ഗാനസദ്യയും ഒരുക്കി. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിദരിദ്രരില്ലെങ്കിലും ദരിദ്രർ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവും. ഒരു നേരത്തെ മരുന്നിന് വകയില്ലാത്തവരായിട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ തന്നെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയായാലും 10-15 പേരോ ചേർന്നാൽ ഒരാളെ സഹായിക്കാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ളത്. ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ വ്യക്തിത്വവുമാണ്.
എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ തന്നെ പല രീതിയിലുള്ള നല്ല നമ്മുടെ ആദരവ് പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അത് നമ്മളറിയാതെ പോകുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ അവാർഡൊക്കെ തന്നെ ലഭിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് മുണ്ടശ്ശേരി അവാർഡൊക്കെ തന്നെ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമൊന്നുമല്ല. ജോസഫ് മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരം നേടിയ ഡോക്ടർ ടി കെ അനിൽകുമാർ, സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വെള്ളി മെഡൽ നേടിയ മേധ അനിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വി ഒ ശ്രീജിത്ത് അധ്യക്ഷനായി. കെ സുരേഷ് ബാബു, വി പി സഞ്ജീവൻ, പി ഉണ്ണികൃഷ്ണൻ, വി പി പരമകൃഷ്ണൻ, കെ ശശികുമാർ എന്നിവർ സംസാരിച്ചു. അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനത്തിൽ ആഹ്ലാദവുമായി LDF ഈങ്ങയിൽ പീടിക വാർഡ് കമ്മിറ്റി ഘോഷയാത്ര നടത്തി. നിരവധി ആളുകൾ പങ്കെടുത്തു. മുളിയിൽ നട EMS മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര തോട്ടുമൽ നായനാർ മന്ദിര പരിസരത്ത് സമാപിച്ചു. KP പ്രമോദ്, KV സരിത, ലെനീഷ്, KP പ്രദീപൻ, VP ആനന്ദകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പൊതുസമ്മേളനം VP വിജേഷ് ഉദ്ഘാടനം ചെയ്തു. മലയാളികൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഈ നവംബർ 1-ാം തീയതി ഒരു ചരിത്ര യുഗത്തിന്റെ പിറവിയാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് എന്നാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അസൂയ മൂത്തിട്ടുള്ള കേരളത്തിലെ പ്രതിപക്ഷം മഹത്തരമായ ഈ പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അങ്ങേയറ്റം പരിതാപകരമായ ഒരു സാഹചര്യമാണ്. P വിജയൻ മാസ്റ്റർ സംസാരിച്ചു. K അച്യുതൻ അധ്യക്ഷത വഹിച്ചു. നിതിൻ തലക്കാടൻ സ്വാഗതവും മനോളി മോഹനൻ നന്ദിയും പറഞ്ഞു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം.
സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം, BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം, ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം കേരള പിറവി ദിനം സമുചിതമായി ആചരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കേരള പിറവി ദിനം ആഘോഷിച്ചു. എന്റെ കേരളം എന്റെ അഭിമാനം എന്ന പരിപാടിയിൽ മനോജ് കുമാർ പഴശ്ശി പ്രഭാഷണം നടത്തി. TK ഷാജി മാസ്റ്റർ അധ്യക്ഷനായി. മഞ്ചേരി നാട്യകലാലയത്തിലെ വിദ്യാർത്ഥികൾ കേരളത്തെക്കുറിച്ചുള്ള കവിതകളും ഗാനങ്ങളും അവതരിപ്പിച്ചു. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ, K അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയുടെ ഭാഗമായി SSF പാനൂർ ഡിവിഷൻ സ്മാർട്ട് കോർ ഫ്യൂച്ചർ സമ്മിറ്റ് പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്നു. നിരവധി ആളുകൾ പങ്കെടുത്തു. SSF പാനൂർ ഡിവിഷൻ ഫ്യൂച്ചർ സമ്മിറ്റ് പാനൂരിൽ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയുടെ ഭാഗമായി SSF പാനൂർ ഡിവിഷൻ സ്മാർട്ട് കോർ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ നേതൃത്വത്തിലാണ് പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അഷ്റഫ് സഖാഫി കടവത്തൂർ ഉദ്ഘാടനം ചെയ്തു. അവർ സംഘടന ഉണ്ടാക്കിയിട്ടില്ല, അവർ ഞങ്ങൾ സംഘടനയായിരുന്നു. അവർ ഒറ്റൊരാള് മതി, 1000-നും 10,000-നും ലക്ഷത്തിനും തുല്യമായി ഒരൊറ്റ റസൂല് മതി. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക സംഘടനയൊന്നും ആവശ്യമില്ലായിരുന്നു. ഇന്ന് യദുല്ലാഹി അലൽ ജമാഅ, സംഘടനയുടെ മേലാണ് അല്ലാഹുവിന്റെ സഹായം. നിങ്ങൾ ഒരുമിച്ചാൽ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഓരോരുത്തർക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറം നിങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞാൽ വലിയ ഖനമുള്ള ഒരു വസ്തു പൊക്കി ഇവിടെ നിന്ന് താഴത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒരാൾ വിചാരിച്ചാൽ കഴിയുമോ? ഇല്ല. അല്ലാഹുവിന്റെ മതമായ ഇസ്ലാം ബൃഹത്തായ മതമാണ്, വൈപുല്യമുള്ള ആശയമുള്ള മതമാണ്, വലിയ ആരാധന ക്രമങ്ങളുള്ള മതമാണ്. ആ മതത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും വിധിവിലക്കുകളും തെറ്റിപ്പോകാതെ ഓരോ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ തലമുറയെ അറിയിക്കുക. ഡിവിഷൻ പ്രസിഡന്റ് മുനീർ അസ്സരി അധ്യക്ഷനായി. ഡിവിഷൻ പ്രസിഡന്റ് സിയാദ് എലാങ്കോട് സ്വാഗതം പറഞ്ഞു. VV അബൂബക്കർ സഖാഫി പതാക ഉയർത്തി. മുനീർ മാസ്റ്റർ ആശംസാ പ്രസംഗം നടത്തി. 7 സെക്ടറുകളിൽ നിന്നായി 200 പരം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. സമകാലികമായ വിവിധ സെഷനുകൾക്ക് യൂസഫ് സഖാഫി മൂത്തേടം, അഷ്കർ സഖാഫി, ഷംസീർ ഹാദി എന്നിവർ നേതൃത്വം നൽകി. സ്മൈൽ റാലിയും പരിപാടിയുടെ ഭാഗമായി നടന്നു. ഹാരിസ് കൊട്ടാരത്തിന്റെ പുതിയ സംരംഭം പലാസിയോ കിച്ചൺ കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് തലശ്ശേരിക്കടുത്ത് വടക്കുംപാട് ഗുംട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിക്കടുത്ത ഗുംട്ടിയിൽ പലാസിയോ കിച്ചൺ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് പ്രവർത്തനം ആരംഭിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
തലശ്ശേരി ബിരിയാണി, മന്തി, സുർബിയാൻ തുടങ്ങിയ ഒട്ടനവധി വിഭവങ്ങൾ തയ്യാർ ചെയ്ത് ഓർഡറുകൾ പ്രകാരം എത്തിച്ചു നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. കല്യാണം, ജന്മദിനാഘോഷങ്ങൾ, വിരുന്നുകൾ എന്നുവേണ്ട എല്ലാവിധ സൽക്കാരങ്ങളിലും ആഘോഷങ്ങളിലും രുചിയുടെ വസന്തം തീർക്കാൻ പലാസിയോ കിച്ചൺ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് ഒരുങ്ങിയതായും മാനേജ്മെന്റ് അറിയിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പാനൂരിൽ മൈ ദന്തിസ്റ്റ് ആസ്തറ്റിക് സ്റ്റുഡിയോ പ്രവർത്തനം തുടങ്ങി. ബസ് സ്റ്റാൻഡിന് സമീപം പാനൂർ ടവർ കോംപ്ലക്സിൽ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ KP ഹാഷിം മുഖ്യാതിഥിയായി. മൈ ദന്തിസ്റ്റ് ആസ്തറ്റിക് സ്റ്റുഡിയോ പാനൂരിൽ പ്രവർത്തനം തുടങ്ങി. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം പാനൂർ ടവർ കോംപ്ലക്സിൽ സപ്ലൈകോ റോഡിലാണ് മൈ ദന്തിസ്റ്റ് ആസ്തറ്റിക് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ചടങ്ങിൽ മുഖ്യാതിഥിയായി. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് പറിക്കൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, സ്ഥിരമായി ഉറപ്പിച്ചു വയ്ക്കുന്ന പല്ല്, സെറ്റ് പല്ല് വയ്ക്കൽ, കുട്ടികളുടെ ദന്തപരിചരണം, മോണരോഗങ്ങൾക്ക് പരിഹാരമായ ഫ്ലോപ്പ് സർജറി, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ച് പല്ലുറപ്പിക്കൽ, ഡിജിറ്റൽ ദന്തൽ എക്സ്റേ, പല്ല് വെളുപ്പിക്കൽ, മുച്ചിറി, മുച്ചുണ്ട് തുടങ്ങിയവയ്ക്കുള്ള ശാശ്വത പരിഹാരം, കുട്ടികളിൽ കാണുന്ന ദുശീലങ്ങളായ വിരൽ കടിക്കുക, നഖം കടിക്കുക, വായിലൂടെ ശ്വാസം വിടുക, നാക്ക് തള്ളുക തുടങ്ങിയവയ്ക്ക് ഉചിതമായ ചികിത്സാ പദ്ധതികൾ തുടങ്ങിയവയും ഇവിടെ ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തലശ്ശേരിക്കാരുടെ ഉച്ചഭക്ഷണത്തിന് സ്വാദൂറും രുചി സമ്മാനിച്ച ഹോട്ടൽ പ്രസാദം ഒരിടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നഗരത്തിരക്കുകളിൽ നിന്നും മാറി തലശ്ശേരി മേലോട്ട് മടപ്പുര ഫ്ലൈ ഓവറിന് സമീപമാണ് ഹോട്ടൽ പ്രസാദം പ്രവർത്തനം ആരംഭിച്ചത്. നാടൻ ചോറും മത്സ്യം വറുത്തതും ഉൾപ്പെടെ രുചികരമായ ഉച്ചഭക്ഷണമാണ് പ്രസാദത്തിൻ്റെ പ്രത്യേകത. SNDP ജനറൽ സെക്രട്ടറി അരിയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. तस्मै श्री गुरवे नमः। ओम ब्रह्मणे मूर्तिमते श्रितानां शुद्धिहेतवे नारायणे दीन्द्राय तस्मै श्री गुरवे नमः। शिल्परम्य पदपीठभूमिनिൽ പുൽപതിച്ചു തിരുമേനികളെ. തലശ്ശേരി മേലോട്ട് ക്ഷേത്രം പ്രസിഡന്റ് KM ധർമ്മപാലൻ ഭദ്രദീപം തെളിയിച്ചു. 11:30 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയാണ് ഹോട്ടലിൻ്റെ പ്രവർത്തന സമയമെന്ന് മാനേജിംഗ് ഡയറക്ടർ മഹിജ സുരേഷ് അറിയിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രിയിൽ 12 നിലകളിലായി പണിത മൾട്ടി സ്പെഷ്യാലിറ്റി കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. പൊതുജനാരോഗ്യ രംഗം കൂടുതൽ ജനസൗഹൃദപരമാക്കിയെന്ന് മുഖ്യമന്ത്രി. LDF സർക്കാരിന്റെ കാലത്ത് ഗുണപരമായ മാറ്റങ്ങളാണ് ആരോഗ്യരംഗത്തുണ്ടായിട്ടുള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ചെറുവാഞ്ചേരിയിൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ടൗൺ HSSൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവൃത്തി നിർമ്മാണത്തിന് തുടക്കം. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. ചൊക്ലി ഉപജില്ലാ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. സ്വാഗതഗാനം അവതരിപ്പിച്ച് കയ്യടി നേടി ഭിന്നശേഷി കുട്ടികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.